എല്ലാവർക്കും നമസ്കാരം. അറേബ്യൻ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ ഉരകങ്ങൾ, പാമ്പുകൾ, പിന്നെ ചെറിയ ചെറിയ മൃഗങ്ങൾ എന്നിവയാണുള്ളത്. ഇതെല്ലാം അറേബ്യൻ കൺട്രികളിൽ കാണുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ മാത്രമേ ഉള്ളൂ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ ബ്ലോക്കിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇതിന് പുറമെ കിഡ്സ് പാർക്ക് എന്നുള്ള ഭാഗത്ത് കുറച്ച് പക്ഷികളുണ്ട്, പിന്നെ പശുവുണ്ട്, പിന്നെ കഴുത, പിന്നെ താറാവുകൾ, പലതരം ആടുകൾ ഒക്കെ ഉള്ളൊരു ഏരിയയും കൂടി ഉണ്ട്. അത് ഞാനിതിനകത്ത് ആഡാക്കിയിട്ടില്ല. ഈ ഒരു വീഡിയോ എല്ലാവരും കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതിൽ കാണുന്ന പക്ഷികളായാലും ഈ ഉരകങ്ങളായാലും പാമ്പുകളായാലും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഐറ്റംസാണ്. ഒരുപാട് വിഷം കൂടിയ സാധനങ്ങളാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് ഈ മരുഭൂമി, ഈ ഉഷ്ണമേഖലകളിൽ ഉള്ള എല്ലാത്തരം പാമ്പുകൾക്കും നല്ല വിഷമുണ്ട് നമുക്ക് അറിയാം. ഓരോരോ മോഡലുകൾ നമ്മൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. ഈ പാമ്പൊക്കെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു തരം പാമ്പാണ്. ഇത് സാൻഡ് വൈപ്പറാണ്. നമ്മുടെ നാട്ടിലെ ആണ് ഇതിൻ്റെ വേറൊരു മോഡൽ. ഇത് വിഷമില്ലാത്ത പാമ്പാണ്. നമ്മളെ വെല്ലുന്നീനൊക്കെ പോലെ ഉള്ള ഒരു തരം. ഇതും വിഷമില്ലാത്ത പാമ്പാണ്. ഇതാണ് പ്രധാനപ്പെട്ട പാമ്പ്, അറേബ്യൻ കോബ്ര എന്ന് പറയണേ. ഈ ബ്ലാക്ക് കോബ്ര ഇതൊക്കെ പലതരം അണലി വർഗത്തിൽ പെട്ടതാണ്. ഇത് സാൻബോവ എന്ന് പറയില്ലേ നമ്മളവിടെ, ഇരുതലം മൂരി. കണ്ടതിൽ വെച്ച് ഏറ്റവും വണ്ണം കൂടിയ വിഷപ്പാമ്പ്. ഇതിൻ്റെ വണ്ണം ഒരു 200 mm ഡയ ഉണ്ടാവും അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ. പക്ഷെ നീളം വളരെ കുറവാണ്, ഒരു 1.5 അടിയൊക്കെ ഉള്ളൂ മാക്സിമം നീളം. പക്ഷെ നല്ല വണ്ണമാണ്. ഇത് അധികം വലിപ്പമൊന്നുമില്ല, പല്ലി വർഗത്തിൽപ്പെട്ട ഒരു കുറച്ച് മോഡൽ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് വേറെ തരം പല്ലി, മൈക്കിൾ ജാക്സനെ പോലെ ഇരിക്കുന്ന പല്ലി. ഇതാണ് സാൻഡ് ഫിഷ് എന്ന് പറയുന്നത്. മണലിൽ ഇങ്ങനെ മണലിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു തരം ജീവിയാണ്. അതിനെ ഒരു സാൻഡ് ഫിഷ് എന്നാണ് പറയുക. എന്നിട്ട് അതിനെ ചുട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. ഈ മീൻ ഇവിടെ വാടികളിൽ കാണുന്ന മീനാണ്. ഭയങ്കര നല്ല വലുപ്പമുണ്ടാവും, പിന്നെ സ്കെയിലൊക്കെ നല്ല തിക്ക. ഉടുമ്പ് വാസു. ഗ്രീൻ കളർ സ്കോർപ്പിയോ ആണ്, പച്ച കളറാണ്, നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇതൊരു കിളികളുടെ രോഗം. ഈ മഞ്ഞക്കിളി ഉണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവാണ്. ഇതിനകത്ത് കുറേ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. ആ ചെടികളിൻ്റെ ഇലയിൽ നിന്ന് കള്ളിമുൾ ചെടി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ, ഈ കറ്റാർവാഴേൻ്റെ ഒക്കെ അതിൻ്റെ ഇലയിൽ നിന്ന് ഓരോരോ നൂല് ഉണ്ടാക്കിയിട്ട് കൂട് വെക്കുന്ന കണ്ടോ. എപ്പോഴും ആക്റ്റീവ് വരും. അതാ ഈ കൂടുണ്ടാക്കുന്നത്
നാഷണൽ ജിയോഗ്രാഫിക്കിലൊക്കെ അല്ലേ നമ്മൾ ഇതേപോലെ കണ്ടത്. അത് നേരിട്ട് കാണാൻ നമുക്ക് അവസരമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊരു ഫിനിഷിങ്ങിൽ ആറ് ഉണ്ടാക്കുന്നത് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ബ്രീഡിങ് സീസൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കൂടുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു പക്ഷി സങ്കേതത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കിളികളാണ് ആ യെല്ലോ കിളി. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഒരുപാട് സൗണ്ടുകളും ഉണ്ടാക്കും. ഇത് ഗിരി ഫുൾ ടൈം അല്ല, ഞാൻ പോയ സമയത്ത് ഉലാത്തായിരുന്നു. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരും. പിന്നെ അതേപോലെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.